പറയൂ, താങ്കൾ കുറെ സമയമായി കൈ ഉയർത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സവാദ് കുറ്റക്കാരനാണെങ്കിൽ അതിശക്തമായ നടപടി തന്നെ നേരിടണം. കാര്യം റിപ്പീറ്റ് അക്യൂസ്ഡ് ആണ്, റിപ്പീറ്റ് ഒഫൻഡർ എന്ന് ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ റിപ്പീറ്റ് അക്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ശക്തമായ നടപടികൾ നേരിടണം. നന്ദിതയുടെ കേസിൽ സത്യം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ രണ്ട് വശത്തെ ആംഗിളുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ നന്ദിതയോട് യോജിപ്പാണ്. നന്ദിത അടക്കമുള്ള പല സ്ത്രീകൾക്കുമെതിരെ നമ്മുടെ സൈബർ മേഖലകളിൽ പേരില്ലാത്ത ഐഡികളിൽ, മുഖമില്ലാത്ത ഐഡികളിൽ നിന്ന് പറഞ്ഞാൽ അറപ്പുളവാകുന്ന, കേട്ടാൽ അറപ്പുളവാകുന്ന പല കമന്റ്സും വരുന്നുണ്ട്. അതുകൊണ്ട് നന്ദിതയോട് ആ കാര്യത്തിൽ ഐക്യദാർഢ്യമാണ്. നന്ദിതയുടെ കേസിന്റെ മെറിറ്റ്സ് എനിക്കറിയില്ല, കോടതിയാണ് ഫൈനലി തീരുമാനിക്കേണ്ടത്. കോടതി അതിലെ മെറിറ്റ് തീരുമാനിച്ചോട്ടെ, ശ്രീ അജിത്ത് പറയുന്നത് പോലെ. പക്ഷെ നന്ദിതയ്ക്ക് കേൾക്കേണ്ടി വരുന്ന സൈബർ അബ്യൂസ്, നന്ദിത വെർബൽ റേപ്പ് എന്ന് വിളിക്കുന്ന, വെർബൽ റേപ്പ് എന്ന വാക്ക് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ നന്ദിതയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ഫീലിങ്ങിനൊപ്പം നിൽക്കേണ്ട ഒരു എന്താ പറയുക യാഥാർത്ഥ്യം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്ദിതയോടൊപ്പം നിന്ന് ആ നന്ദിതയുടെ വേദനയും വിഷമത്തെയും ധാർമ്മിക രോഷത്തെയും, പക്ഷെ അതോടൊപ്പം തന്നെ താങ്കൾ ഈ പറയുന്ന സവാദിനൊപ്പവും നിൽക്കും അല്ലേ? സവാദിനൊപ്പം ആരും നിൽക്കുകയല്ല, കോടതിയുടെ വിധി വരട്ടെ. അങ്ങനല്ലേ ഈ നാട്ടിലെ കേസുകൾ നമുക്ക് എടുക്കാൻ കഴിയൂ. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അനുജ മാഡം അവിടെ ഉണ്ടായിരുന്നില്ല, നന്ദിത അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ നന്ദിത അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നന്ദിത നേരിട്ട കാര്യത്തെ കുറിച്ചാണല്ലോ നന്ദിത ഈ പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദിത തന്നെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ, ഞാൻ ഈ 14ാമത്തെ കേസിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ നന്ദിത ഇല്ലായിരുന്നല്ലോ. നന്ദിതയുടെ കേസിൽ മെറിറ്റ് കോടതി തീരുമാനിച്ചോട്ടെ. ഞാൻ രണ്ട് ആംഗിളുകൾ കേട്ടു. കർശനമായ ഉപാധികളോടെ അന്ന് പറഞ്ഞു വിട്ടതാണ് ഇയാളെ. അതായത് അതെ, എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നൊക്കെ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിലിപ്പോ വലിയ ഉറപ്പില്ല. പക്ഷെ വലിയ 50,000 രൂപയുടെ ബോണ്ട്, കൂടാതെ 2 ആൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അല്ല അതെ, ആ കേസ് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ടാകണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന 4 പേർക്കും അല്ലെങ്കിൽ മാഡം കൂടെ കൂട്ടി 5 പേർക്ക് നന്ദിത നേരിടേണ്ടി വരുന്നു എന്ന് നന്ദിത സൂചിപ്പിക്കുന്ന സൈബർ ബുള്ളിങ് അത് സത്യമാണ്. ഞാൻ 1-2 കമന്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കമന്റുകൾ പറയുന്നില്ല, അത്ര മോശമായതുകൊണ്ട്. കാര്യം ആ വിക്ടിം ബ്ലെയിമിംഗ് എന്നോ അല്ലെങ്കിൽ കംപ്ലൈന്റന്റ് ബ്ലെയിമിംഗ് എന്നോ ഗേൾ ബ്ലെയിമിംഗ് എന്നോ പറയുന്ന കാര്യം നമ്മൾ ചെയ്യരുത്. അതിൽ നന്ദിതയോടൊപ്പമാണ്. വി ഷുഡ് ഓൾ എക്സ്പ്രസ് സോറി ടു നന്ദിത. നന്ദിതയെ പോലെ ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ കേൾക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷൻ ഇത് കേൾക്കേണ്ടി വരുന്നെങ്കിൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ സൈബർ ബുള്ളിങ്, സൈബർ ബുള്ളിങ് മാത്രമല്ല നമ്മളുടെ വിഷയം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളും ഈ മെൻസ് അസോസിയേഷന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും എല്ലാം പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നതാണ്. പക്ഷേ അതെ, അപ്പൊ ഇവിടെ താങ്കൾ ഏത് പക്ഷത്താണ് രാഹുൽ ഈശ്വർ? ഇവിടെ താങ്കൾ സവാദിനൊപ്പമാണോ? അല്ല, സത്യത്തിന്റെ പക്ഷമൊക്കെ നിൽക്കട്ടെ, സവാദിന് പൂമാലയിട്ട് സവാദിനെ സ്വീകരിക്കുന്നതിനൊപ്പമാണോ താങ്കൾ? രണ്ട് കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ പൂമാല ഇടാൻ പോകുമ്പോഴും ഞാൻ പറയുകയുണ്ടായി, എനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിപരമായ സുഹൃത്തു കൂടെയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പോയിട്ട് വന്നതല്ല. അതുകൊണ്ട് പൂമാല ഇടേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ ജിയോടും പേഴ്സണലി പറയുകയുണ്ടായി. അദ്ദേഹം അന്നത്തെ വിഷയം ഹണി റോസിന്റെ വിഷയമാണ്, അതിൽ അപ്പോളജൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നെങ്കിൽ സവാദ് അല്ലെങ്കിൽ പെൺകുട്ടി എന്നുള്ളതല്ല, ഇതിലെ സത്യം എന്താണ്, വസ്തുത എന്താണ്, തെളിവെന്താണ് കേട്ടിട്ട് വളരെ ശക്തമായ കംപ്ലൈന്റ് ആണെന്നാണ് തോന്നുന്നത്. പ്രൈമാ ഫേസി കോടതിയും അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പ്രൈമാ ഫേസി സ്ട്രോങ് കേസ് ആണെന്ന് തോന്നുന്നു. കോടതിയിൽ ഇനി ഇത് ട്രയൽ വരും. തീർച്ചയായിട്ടും സവാദ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രീ അജിത്ത് പറഞ്ഞ പോലെ അതിശക്തമായ നടപടി ഉണ്ടാകണം. അവിടെ സവാദിനോടൊപ്പം ആരും നിൽക്കരുത്, പുരുഷനോ സ്ത്രീയോ നിൽക്കരുത്. നാളെ സവാദ് നിരപരാധിയാണെന്ന് കണ്ടാൽ സവാദിനൊപ്പം നിൽക്കണം. അപ്പൊ നമ്മൾ എടുത്തു ചാടി ഒരു നിലപാടെടുക്കുന്നതിന് പകരം ബഹുമാനപ്പെട്ട കോടതി എന്ത് നിലപാടെടുക്കും നോക്കണം. അതോടൊപ്പം നന്ദിത നേരത്തെ പറഞ്ഞ വേറൊരു സീരിയസ് ഇഷ്യൂ ഉണ്ട്, അതാണ് സൈബർ ബുള്ളിങ്. ഇതിന്റെ സത്യമോ കള്ളമോ തിരിച്ചറിയുന്നതിന് മുമ്പ് പെൺകുട്ടി അവള് മോശമാണെന്ന് പറയുന്ന സ്ലട്ട് ഷെയ്മിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അതെനിക്ക് തോന്നുന്നില്ല. അതിന് 2 പക്ഷമില്ല. അതിന് കോടതിയുടെ വിധിയുടെ സാവകാശം ഒന്നും വേണ്ട. ആ രീതിയിൽ പെൺകുട്ടികളെ മോശം പറയുകയും അവളുടെ പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം എന്ന് പറയുകയും എന്ന് പറയുന്ന ആരോപണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ സവാദ് എന്ന് പറയുന്ന ആൾ തന്നെ പിന്നീട് ഇത്തരം വീഡിയോ വന്ന് പറഞ്ഞത് താങ്കൾ കണ്ടതല്ലേ? അല്ല, സവാദിന്റെ ഡിഫൻസിൽ പറയാം. പക്ഷെ ഇതാണ് അതുപോലല്ല പറയുന്നത്. അതായത് ഇതിലൊന്നുമില്ലാത്ത ചില പുരുഷന്മാർ സ്ത്രീകളോടുള്ള വിരോധമോ സ്ത്രീകളോടുള്ള മെയിൽ ഷോവിനിസമോ കാരണം അവരെ ലൈംഗിക ഉപകരണങ്ങളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ മോശം കമന്റുകൾ പറയുന്നു. അവിടെയാണ് ഈ വെർബൽ റേപ്പിംഗ് എന്നോ സൈബർ ബുള്ളിങ് എന്നോ സ്ലട്ട് ഷെയ്മിംഗ് എന്നോ വ്യത്യസ്ത വാക്കുകളിൽ പറയുന്നത്. അതിൽ നന്ദിത ഉപയോഗിക്കുന്നത് വെർബൽ റേപ്പ് എന്നായിരിക്കും, ഞാൻ ഉപയോഗിക്കുന്ന സൈബർ ബുള്ളിങ് എന്നായിരിക്കും. 2 വാക്കാണെങ്കിലും കുഴപ്പമില്ല. നന്ദിതയ്ക്ക് അത്രയും സ്ട്രോങ് ആയി വേദനയും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദിതയോടൊപ്പം. I was not cyberbullying. Cyberbullying was ഒരു മേബി ഒരു 2 മാസം 3 മാസം വരെയായിരുന്നു സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് അല്ലായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സൈബർ ബുള്ളിങ് അല്ല അനുഭവിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ സ്ട്രോങ് ആയ വാക്കാണ്. സ്ട്രോങ് ആയ വാക്കിന്റെ അർത്ഥം വളരെ നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ട്
മനസ്സിലാക്കിക്കൊണ്ടല്ല, അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ അതേ വാക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ റിപ്പീറ്റഡ്ലി അതേ വാക്ക് തന്നെ ഉപയോഗിക്കും. മിസ്റ്റർ രാഹുൽ ഈശ്വർ, ആസ് ഐ നോ, നിങ്ങൾ ഈ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ അംഗമാണ്. ഞാൻ ഇന്നലെ ഈ ന്യൂസ് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഐ ഹാവ് ബിൻ കണ്ടിന്യൂസ്ലി ചെക്കിംഗ് ദ കമന്റ്സ് ആൻഡ് എവറിത്തിങ് ബിനീത്ത് എല്ലാ പോസ്റ്റുകളുടെയും അടിയിലുള്ള കമന്റ്സ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ്, മാല ഇടൽ കണ്ടതോടുകൂടെ കേസ് എന്റെ എതിരാണ്, അവൻ വിക്ടിമാണ് എന്ന് തെളിഞ്ഞതുപോലെയായി പബ്ലിക്കിനെന്ന്. സോ ഡു യു നോട്ട് തിങ്ക് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണ് ഈ സൈബർ ബുള്ളിയിങ്ങിനെ, നിങ്ങൾ പറയുന്ന വാക്ക് സൈബർ ബുള്ളിയിങ്ങിനെ എനേബിൾ ചെയ്തതെന്ന്? ഞാൻ എന്നൊരു വിക്ടിം ഇല്ല സമയത്ത് കോടതി അത് പ്രൂവ് പോലും ചെയ്യാണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാല ഇട്ടു. ഇസ് ദാറ്റ് നോട്ട് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ ഹാവ് ബിൻ കണ്ടിന്യൂസ്ലി ടോണ്ടഡ് ഫോർ ദ പാസ്റ്റ് 2 years? അതെ, അതിന് നിങ്ങൾ ഉത്തരവാദികളല്ലേ എന്നതാണ് ചോദ്യം. നന്ദിതയോട് എഗ്രി ചെയ്തുകൊണ്ട് തന്നെ ഒരു പോയിന്റ് എല്ലാവർക്കുമായി പറയണം, ആരെയും വ്യക്തിപരമായി വേദിപ്പിക്കാനല്ല. നമ്മൾ പടക്കം പൊട്ടിക്കാനും പൂമാല ഇടാനും കോടതി വിധിക്ക് മുമ്പ് പോകാതിരിക്കുന്നതാണ് ഉചിതം. ഒരുപക്ഷെ അനുജ മാഡത്തിന് അറിയായിരിക്കും, അങ്ങനത്തെ പരിപാടികളിൽ ഞാൻ പോകാറില്ല. കാര്യം നമുക്ക് അറിയില്ലല്ലോ എന്താ സത്യമെന്ന് അറിയില്ല. എന്താണ് സത്യമെന്ന് ഒരാൾ അനുഭവിച്ച ഒരു സത്യം എന്താണെന്ന് അറിയില്ല എന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ കോടതി എന്ന് പറയുന്നത് തീർച്ചയായും താങ്കൾ പറയുന്നതിന്റെ സാങ്കേതിക വശം എനിക്ക് മനസ്സിലാകുന്നുണ്ട് രാഹുൽ ഈശ്വർ. പക്ഷേ രാഹുൽ ഈശ്വർ, എനിക്ക് താങ്കൾ പറയുന്നതിന്റെ സാങ്കേതിക വശം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ സത്യം എന്താണ് എന്ന് പറയുമ്പോൾ ഇത് അനുഭവിച്ച ഒരു പെൺകുട്ടി, ഇയാൾ ആരാണ്? ഇയാളെക്കുറിച്ച് കള്ളക്കഥ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളക്കഥ മെനഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഒക്കെ ഒരു പരാതി കൊടുക്കാൻ ഇയാൾ ആരാണ്? ഇനി നിങ്ങൾ അങ്ങനെ ഒരു പരാതി ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മളത് മുഖവിലേക്ക് എടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഇയാൾ ആരാണ്? ഈ സവാദ് ആരാണ്? മനസ്സിലായി. നന്ദിതയോട് വളരെ താഴ്മയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ആരെയും ന്യായീകരിക്കാൻ ഒരു കാര്യം ഞാൻ നന്ദിതയോട് വളരെ താഴ്മയോട് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് കൂടെ മനസ്സിലാക്കാനാണ്. ഞങ്ങൾ ഇടപെടുന്ന ഒരുപാട് പുരുഷന്മാർ കള്ളക്കേസിൽ 50-100 ദിവസവും കിടക്കാറുണ്ട്. സമാധിന്റെ കാര്യം പറയുന്നത് അത് കോടതി തീരുമാനിക്കട്ടെ. ഞാൻ ഒരു വരി തീർത്തോട്ടെ. അപ്പോ പലപ്പോഴും നമ്മുടെ ഈ മെൻസ് അസോസിയേഷനുള്ള സുഹൃത്തുക്കൾ അടക്കം അവരുടെ ജീവിതത്തിൽ ഇതിലുള്ള 99% ആൾക്കാരും ഏതെങ്കിലും കള്ളക്കേസിൽ പെട്ടുപോയവരാ. അപ്പൊ അവരുടെ മനസ്സിൽ പെട്ടെന്ന് അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദനയും തങ്ങൾ അനുഭവിച്ച ദുരന്തവും മറ്റൊരാളിലേക്ക് അവർ കാണുകയാണ്, മറ്റൊരാളിലേക്ക് അവർ പ്രൊജക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പടക്കം പൊട്ടിക്കലും പൂമാലയും ഒക്കെ വരുന്നത്. അതായത് ഞങ്ങളോ 50-100 ദിവസം മനസ്സിലാക്കണം. ഈ 2023 ഞാനൊരു പബ്ലിക് ഫിഗർ ആയിരുന്നു. ഞാൻ 2 മൂവീസിൽ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഹണി ട്രാപ്പ് ചെയ്യണമായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് എയിംഡ് ഫോർ ബെറ്റർ. സവാദ് ഇസ് ബേസിക്കലി എ നോബഡി. ബേസിക്കലി എന്നല്ല, ഹി ഈസ് എ നോബഡി, ഹി ഈസ് നോട്ട് എ വെൽ നോൺ പേഴ്സൺ. ഒരു രീതിയിലും ആൾക്കാർക്ക് ഒരു രീതിയിലും അറിയാത്ത അയാളെ ഹണി ട്രാപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ഉപയോഗമാണ് കിട്ടുക? I was an already prominent figure. I was already people knew me. I was not as well known or anything as you are, but still people did know me. But Sawad was a nobody. What did I gain? Honey trap ninnu njan endu gain cheydu? യഥാർത്ഥത്തിൽ ഈ വിഷയം നടന്ന സമയത്ത് ഞാൻ അന്ന് എന്തോ 1-2 സുഹൃത്തുക്കളോട് നന്ദിതയുടെ നമ്പർ എടുത്ത് നന്ദിതയെ പേഴ്സണലി കണക്ട് ചെയ്യാന്ന് വിചാരിച്ച. പിന്നെ എങ്ങനെ എടുക്കും, അത് തെറ്റിദ്ധരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ എനിക്കുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ കേസിന്റെ മെറിറ്റ് എനിക്കറിയില്ല, വിജയിക്കട്ടെ, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു കൺസെൻസസ് ഉണ്ടാകണം. നന്ദിത നേരിട്ടിട്ടുണ്ട് സൈബർ അബ്യൂസ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം നമ്മളെല്ലാം അങ്ങനത്തെ കമന്റുകൾ കണ്ടിട്ടുണ്ട്. നന്ദിത നേരിട്ടത് രാഹുൽ ഈശ്വർ അത് മാത്രം എടുത്തു പറയുകയാണ്. സൈബർ അബ്യൂസ് മാത്രമാണോ നന്ദിത നേരിട്ടത്? അല്ല, നന്ദിതയെ നമുക്കല്ല സൈബർ അബ്യൂസിന് മുൻപ് നന്ദിത നേരിട്ടൊരു കാര്യമുണ്ടല്ലോ. ഇല്ലെന്ന് പറയുന്നില്ല. ഒരു സെക്കൻഡ് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാം. ഞാനൊരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്. അതിൽ കോടതിയുടെ വിധി വന്നാലല്ലേ നമുക്കൊക്കെ ഒരു നിലപാടെടുക്കാൻ പറ്റൂ. ഇപ്പൊ വീണ്ടും സവാദ് അറസ്റ്റിലായി. ഇപ്പൊ നമ്മുടെ എല്ലാം മനസ്സിൽ തോന്നൽ എന്താ? അപ്പൊ ശരിയായിരിക്കും നന്ദിത പറഞ്ഞത്. ഇങ്ങനെ ഒരു ധാരണയിലല്ലേ ഉള്ളൂ, നമ്മൾ നേരിട്ടറിയുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, നന്ദിത ഒറ്റ വരി കൂടെ എടുക്കാം. നന്ദിത നേരിട്ട അട്രോസിറ്റി അല്ലെങ്കിൽ അതിന്റെ അലിഗേഷൻ അത് കോടതി തീരുമാനിക്കട്ടെ. 2, നമുക്കെല്ലാം ഉറപ്പാവേണ്ടത് നന്ദിത നേരിട്ട സൈബർ അബ്യൂസോ വെർബൽ റേപ്പോ ഉണ്ട്. പക്ഷെ കോടതി തീരുമാനിക്കാതെ നിങ്ങൾ മറുപക്ഷത്ത് നിൽക്കുന്നയാൾക്ക് പൂമാല ഇടും. അവിടെ കോടതി തീരുമാനിക്കണ്ട, ഇവിടെ പക്ഷെ കോടതി തീരുമാനിക്കണം. ഇത് വലിയ വൈരുദ്ധ്യമാണ്.